കരൂർ ദുരന്തത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. ദുരന്തം അട്ടിമറിയാണെന്ന് ടിവിക്ക് ആവർത്തിക്കുമ്പോൾ നേതാവെന്ന നിലയിൽ വിജയുടെ പരാജയമാണ് കരൂരിൽ സംഭവിച്ചതെന്നാണ് DMK നിലപാട്. ഇതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിജയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിജയ് സംസാരിച്ചില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. അപർണ കുറുപ്പ് വിവരങ്ങളുമായി. അപർണ, ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അതൊരു വലിയ രാഷ്ട്രീയ പോരായി മാറുകയാണ്. അതിൽ കൃത്യമായി അവസരം മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം പുതിയ പുതിയ വാദങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒക്കെ വരുന്നുമുണ്ട്. എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്? ശ്രീജ, ഇത് ഒരു ദുരന്തം നടക്കുന്നു, അതിനുശേഷമുള്ള പഴിചാരലുകൾ, അന്വേഷണം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള കൃത്യമായ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് ഇത്. ഈ തുടക്കത്തിൽ ഏതെങ്കിലും തരത്തിൽ വിജയിൻ്റെ പേര് പരാമർശിക്കരുത് എന്ന് സ്റ്റാലിൻ കൃത്യമായി DMK നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടതാണ് വിജയിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ അന്ന് BJP വളരെ വ്യക്തമായി തന്നെ വിജയിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം വിജയ് 3 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിജയ് പ്രതികരണവുമായിട്ട് രംഗത്ത് വരിക. വിജയ് ഇതിനകത്ത് സ്റ്റാലിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക. CM സാർ എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റാലിനെതിരെയാണ് താൻ പറയുന്നത് എന്ന് വ്യക്തമാക്കുക. അതിനുശേഷം പിന്നീട് കണ്ടത് വിജയിൻ്റെ പേരെടുത്ത് പറയണ്ട എന്നുള്ളൊരു നിലപാടിൽ നിന്ന് DMK പിറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു ഇരവാദത്തിന് വിജയ് നിൽക്കുകയാണ്. അത് ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് DMKക്കുണ്ട്. ആ തരത്തിൽ DMKയുടെ നേതാക്കന്മാർ സെന്തിൽ ബാലാജി തൊട്ട് ഇങ്ങോട്ട് സ്റ്റാലിൻ്റെ മന്ത്രിസഭ അംഗങ്ങൾ വരെ നേരിട്ട് വിജയെ വിമർശിക്കുന്ന പ്രസ്താവനകളൊക്കെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. വിജയ് ഇന്നലെ പറഞ്ഞത് തന്നെ അറസ്റ്റ് ചെയ്യൂ, താൻ ഓഫീസിൽ കാണും അല്ലെങ്കിൽ വീട്ടിൽ കാണും, തന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഒരു നിലപാട് വിജയ് പ്രകടമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അത് അറസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് TVKയ്ക്കും വിജയിനും എത്രത്തോളം ഗുണകരമാകും എന്ന് വ്യക്തമായിട്ട് DMK തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നേരിട്ടുള്ള ഒരു അറസ്റ്റിലേക്കോ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വിജയെ ഡയറക്റ്റ് ലാക്കാക്കിയുള്ള ഏതെങ്കിലും ഒരു നിയമ നടപടികളിലേക്കോ കടക്കാൻ DMK ഉദ്ദേശിക്കുന്നില്ല. അത് വ്യക്തമായി അറിയുന്നത് കൊണ്ടുകൂടി ആണ് വിജയ് ഈ നീക്കം MK സ്റ്റാലിനെതിരെ തിരിക്കുന്നത്. ഇതിനിടയിൽ സെന്തിൽ ബാലാജി, കരൂരിലെ MLA കൂടിയായ സെന്തിൽ ബാലാജി അടക്കം വിജയ് TVK ഉയർത്തിയ പല വാദങ്ങളും കൃത്യമായി പൊളിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുമായി രംഗത്തെത്തുകയും ചെയ്തു. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ പോരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇനി കോടതിയുടെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ട്. കോടതി ഇത് ഏത് തരത്തിലേക്കാണ് അന്വേഷണത്തിന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നിലപാടുകൾ എന്താണെന്നൊക്കെ രാഷ്ട്രീയമാണ്. അതിനിടയിൽ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJPയുടെ സമുന്നത നേതാവ് വിജയുടെ ഓഫീസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നു. വിജയ് ആ ഫോൺ കോൾ അവഗണിച്ചിരിക്കുന്നു. നോ ആണ് വിജയ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും BJPയിലേക്ക് അടുക്കുകയാണോ വിജയ് എന്നൊരു ചോദ്യമുണ്ട്. അതല്ലാതെ ഇത് ഒരു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ വിജയുടെ മുന്നിൽ എന്താണുള്ളത്? BJPക്ക് കീഴടങ്ങുകയല്ലാതെ വിജയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യം രാഷ്ട്രീയ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് വിജയ് പോവുകയാണെങ്കിൽ TVKയും BJPയും AIADMKയും ചേർന്നുള്ള ഒരു സഖ്യം ഒരു പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കളമൊരുങ്ങുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും DMKയെ സംബന്ധിച്ചിടത്തോളം BJPയുമായി വിജയ് കൂട്ടുകൂടുന്നത് വലിയ തരത്തിലുള്ള വിജയുടെ സ്ഥാപിത അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് രാഷ്ട്രീയപരമായിട്ട് DMKക്ക് പറയാൻ കഴിയും. സ്റ്റാലിൻ ആ തരത്തിലായിരിക്കും പറയുക. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഇപ്പോൾ അമിത്ഷായുടെ ഫോൺ കോൾ എടുക്കണ്ട എന്ന് വിജയ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി അറിയണം. അപ്പോൾ ഇനി 8 മാസം കൂടിയാണ് തെരഞ്ഞെടുപ്പിന് തമിഴ്നാട്ടിലുള്ളത്. CBI അന്വേഷണം വേണം എന്നൊരു നിലപാട് വിജയ് സ്വീകരിച്ചിട്ടുണ്ട്. BJPയോട് പക്ഷേ ഒരു സഖ്യത്തിലേക്ക് കടക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഇവിടെ കൊണ്ടുവരിക, ഒരു പരോക്ഷ പിന്തുണ BJPയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുക, അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുക. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സഖ്യ രൂപീകരണത്തിലേക്ക് ഒരു പക്ഷേ പിറകിൽ ബാക്ക് സ്റ്റേജിൽ അതിനുള്ള ചർച്ചകൾ നടക്കുക. ഇതായിരിക്കുമോ ഈ 8 മാസം ഉണ്ടാവുക എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് MK സ്റ്റാലിൻ അടക്കമുള്ളവർ വിജയിൻ്റെ ആരോപണങ്ങൾ ഡയറക്റ്റായിട്ട് മറുപടി കൊടുത്തിട്ടില്ല. മറുപടി കൊടുത്തത് മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളാണ് എന്ന് കൂടി എടുത്തു കാണണം. ഇനി അറിയാനുള്ളത് തമിഴ്നാട് ഹൈക്കോടതിയിൽ TVK അംഗം ആദവർജുന കൊടുത്ത ഹർജിയുണ്ട്. ഇത് പൊതുതാൽപര്യ ഹർജിയാണ്. CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടും കരൂർ പോലീസിൽ നിന്ന് ഇത് മാറ്റണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ്. അതിലെന്ത് നടപടി ഉണ്ടാകുമെന്നറിയണം. ഒപ്പം എടുത്തു പറയേണ്ടത്, ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് സ്റ്റാലിനെ വിമർശിക്കേണ്ട ഒരു സാഹചര്യമില്ലാത്ത തമിഴ്നാട്ടിലെ CPM പോലും ഇപ്പോൾ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് ഇതിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണം
അന്വേഷണം, ഒരു ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും നടത്തണമെന്നൊരു നിലപാട് CPM-ന്റെ തമിഴ്നാട് CPM സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും BJP-യും ആവശ്യപ്പെടുന്നത് അതാണ്, ADMK-യും ആവശ്യപ്പെടുന്നത് അതാണ്. അതുകൊണ്ട് ഇതൊരു മറ്റൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വിജയനെ സംബന്ധിച്ചോളം അത് രാഷ്ട്രീയപരമായി അത് വലിയൊരു പിടിവള്ളിയാകും. അങ്ങനെ ഏത് തരത്തിലേക്കാണ് ഇനിയുള്ള സംഭവ വികാസങ്ങൾ പോകുക എന്നറിയണം. ഒപ്പം ഒറ്റ കാര്യം കൂടി ശ്രീജ, ലിയോയുടെ റിലീസ് കേരളത്തിൽ നീട്ടിവെക്കാനുള്ള ഒരു തീരുമാനം വിജയ് ആരാധകർ ഈ കഴിഞ്ഞ മണിക്കൂറിൽ എടുത്തിട്ടുണ്ട്. ദീപാവലിക്കാണ് ജനനായകൻ വരുന്നത്. കൃത്യമായി വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പറയാനുള്ള പല കാര്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സിനിമയായിരിക്കും ജനനായകൻ എന്നറിയാം. ഏതെങ്കിലും തരത്തിലുള്ള സന്ദർഭങ്ങളോ പഞ്ച് ഡയലോഗുകളോ ഈ സിനിമയ്ക്കകത്തുണ്ടാകുമോ, അങ്ങനെ കൂടി വിജയ് ഒരു മറുപടി DMK-ക്കും MK സ്റ്റാലിനും കൊടുക്കാൻ മുതിരുമോ എന്നുള്ളതെല്ലാം കണ്ടറിയണം. എന്തായാലും അതിനാടകീയമായുള്ള സംഭവവികാസങ്ങൾ, പുതുമയല്ലാത്ത തമിഴ്നാട് രാഷ്ട്രീയം, കരൂർ ദുരന്തം, അതിനപ്പുറത്തേക്ക് എന്താണ് കാത്തുവെക്കുന്നത് എന്നുകൂടിയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളും പറയുക. ശരി അപർണ. കരൂർ ദുരന്തത്തിൽ TVKക്കെതിരെ DMK നേതാവ് സെന്തിൽ ബാലാജി അപർണ പറഞ്ഞതുപോലെ രംഗത്ത് വന്നു. പാർട്ടി പരിപാടികൾക്ക് എത്തുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കേണ്ടത് അതത് പാർട്ടികളാണെന്നും കരൂരിൽ രാഷ്ട്രീയം കലത്തൊന്നില്ലെന്നുമാണ് സെന്തിൽ ബാലാജി പറഞ്ഞത്. அவங்க கேட்ட இடங்கள் முதல்ல லைட் ஹவுஸ் கார்னர், அதுல எவ்வளவு பேர் நிக்கலாம் நீங்க சொல்லுங்க. அந்த லைட் ஹவுஸ் கார்னர் ஜங்ஷன்ல அது ஒரு டர்னிங் பாயிண்ட், அது அந்த இடத்துல திரும்புற இடம் தானே. அது அந்த திரும்புற இடங்கள்ல அந்த லைட் ஹவுஸ் கார்னர்ல எவ்வளவு பேர் நிக்க முடியும்னு பத்திரிகையாளர் நீங்க தான் உலகத்துக்கு சொல்லணும். அதே மாதிரி அடுத்து கேட்டது உழவர் சந்தை. உழவர் சந்தையில எவ்வளவு பேர் நிக்க முடியும் நீங்க பாருங்க, உங்களுக்கே தெரியும். இங்க இருக்கக்கூடிய எல்லா பத்திரிகையாளருக்கும் உழவர் சந்தையில எவ்வளவு பேர் கூட்டம் நிக்க முடியும், லைட் ஹவுஸ் கார்னர்ல எவ்வளவு பேர் நிக்க முடியுங்கிறது உங்களுக்கு நல்லா தெரியும். பார்த்துட்டு அதுக்கப்புறம் வேலுசாமிபுரத்துல எவ்வளவு பேர் நிக்க முடியுங்கிறத பாருங்க. இந்த 3 இடங்கள்ல எது அதிகமான நபர்கள் நிற்க முடியும், எது அதிகமான நபர்கள் கலந்து கொள்ள முடியும், பொதுமக்களுக்கு எந்தவித போக்குவரத்தும் இடையூறு இல்லாம எந்த இடங்கள்ல அந்த கூட்டம் நடந்தா மக்களுக்கு சிரமம் இல்லாம இருக்குங்கிறது நீங்களே ஒரு கணம் சிந்திச்சு பாருங்க.